സ്മൃതി, ഒരുപക്ഷെ സാംസ്കാരിക കേരളം ഒട്ടും ആരോഗ്യത്തോടുകൂടിയോ ചർച്ച ചെയ്യാൻ കഴിയാത്തൊരു വിഷയമാണ് ഹിജാബ്. ആ മട്ടിലേക്ക് അത് വളർന്നിട്ടുണ്ട്. രാഷ്ട്രീയ താല്പര്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ഇന്നിപ്പോൾ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നുണ്ട് പല ഭാഗത്തു നിന്നും. അതിനിടയിൽ 2 കുട്ടികൾ കൂടി സെന്റ് റീത്ത സ്കൂളിൽ നിന്ന് TC വാങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഹിജാബ് വിവാദം തുടരുകയാണോ? ഇത് അവസാനിക്കുന്നില്ലേ? ഹിജാബ് വിവാദം അവസാനിക്കേണ്ടതാണ്, പക്ഷെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അതിലൊരു കൃത്യമായ തീരുമാനം വരാത്തത് കൊണ്ടാണ് നമ്മളിത് സഭ വേഴ്സസ് മുസ്ലിം സമുദായം എന്ന രൂപത്തിൽ കാണുകയേ വേണ്ട. കാരണം അത് സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ആ കുട്ടി 8ാം ക്ലാസ്സിലെ പെൺകുട്ടി ആ സ്കൂളിൽ പഠിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. ആ സ്കൂൾ അധികൃതർ ഇതുവരെ ആ തീരുമാനത്തിന് മാറ്റം വരുത്തിയിട്ടില്ല. പ്രിൻസിപ്പലിൻ്റെ പ്രതികരണം BJP നിലപാടിന് അനുകൂലമായ പ്രതികരണമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. BJP എടുത്ത നിലപാടിന് BJPയിലെ ചില നേതാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടുപോലും നമ്മൾ ഷോൺ ജോർജിന് നന്ദി പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് അവിടുത്തെ PTA പ്രസിഡന്റ് സ്വാധീനമൊക്കെ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനുശേഷം ഇന്നിപ്പോൾ 2 കുട്ടികൾ കൂടി സഹോദരങ്ങളാണ്, 2ലും 3ലും പഠിക്കുന്ന 2 കുട്ടികൾ. അവരുടെ മാതാവാണ് നമ്മളോട് പ്രതികരിച്ചത്. അവരെ കുട്ടികളെ അവിടെ പഠിപ്പിക്കുന്നില്ല, അവരെ കൂടി അവിടെ നിന്ന് മാറ്റുകയാണ്. ഈ ഹിജാബ് വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങളുടെ കുട്ടികളെയും പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പ്രതിഷേധം അവിടെ അറിയിച്ചിട്ടാണോ പോകുന്നത് എന്ന് ചോദിച്ചു. പ്രിൻസിപ്പലിനോട് സംസാരിച്ചിട്ടില്ല, ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നിസ്സഹായരാണ്, അതിലപ്പുറം ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അവർ മാറാൻ പോകുന്നത് മറ്റൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലേക്ക് തന്നെയാണ്, പള്ളുരുത്തിയിൽ തന്നെയാണ്. ആ സ്കൂൾ അധികൃതർ കുട്ടികൾക്ക് വേണമെങ്കിൽ ഹിജാബ് ധരിക്കേണ്ട സമയം വരുമ്പോൾ വേണമെങ്കിൽ ധരിക്കാമെന്ന് പറഞ്ഞു. ചെറിയ കുട്ടികളാണ്, ഇപ്പോൾ അവരെ ഹിജാബ് ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ആ മാതാവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിനാണോ കുട്ടിയുടെ ഇഷ്ടത്തിനാണോ ഹിജാബ് ധരിക്കുക? കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് അതിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് പറഞ്ഞു. ഇത് ഒരു നേരിയ വരയാണ്. അതായത് കുട്ടികൾ ആഗ്രഹിക്കുക, കുട്ടികളെ കൊണ്ട് ഇടിപ്പിക്കുക, രണ്ട് വിഷയമാണല്ലോ. അത് VP സുഹ്റ നേരത്തെ സാരിത്തലപ്പ് മാറ്റിയൊരു വിഷയമുണ്ടായിരുന്നു. ഞാൻ തന്നെ നടത്തിയൊരു ചർച്ചയിലായിരുന്നു. അന്ന് മൗലികവാദികളുടെ പ്രതികരണമായിരുന്നു. അതായത് തട്ടമിടാത്ത സ്ത്രീകൾ മോശം സ്ത്രീകളാണ് എന്നാണ് പറഞ്ഞത്. അന്നാണ് അവർ തലയിൽ നിന്നും സാരിത്തലപ്പ് മാറ്റിയത്. അപ്പോൾ അതിനൊപ്പം നമ്മൾ നിൽക്കുകയായിരുന്നു. അത് സ്ത്രീകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് അവരുടെ വിശ്വാസം, അവരുടെ നിലപാട്, അതിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആത്യന്തികമായി. അപ്പോൾ അതാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. ഇതിലെ കുട്ടി അത് ഇടാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ സ്കൂളിൽ വരുന്നു. ആ കുട്ടിയെ കണ്ടാൽ ഭയമാണെന്ന് ആ പ്രിൻസിപ്പൽ പറഞ്ഞ വാക്കാണ് ഏറ്റവും ഗുരുതരമായ വിഷയം, ഏറ്റവും അപകടകരമായ വിഷയം. ആ ഭയം അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുമെന്ന് വരുത്തി തീർക്കുകയും ആ കുട്ടികൾക്ക് ഈ കുട്ടിയോടുള്ള സമീപനം എന്താണെന്ന സംശയമൊക്കെ ഉയരുകയും ചെയ്യുന്നു. ഏതായാലും ഇനി അവിടെ പഠിപ്പിക്കുന്നില്ല എന്ന് ആ പിതാവ് തീർത്തു പറയുന്നു. മറ്റ് മക്കളെയൊക്കെ എത്രത്തോളം ഉന്നത വിദ്യാഭ്യാസം അവർ നൽകിയിട്ടുണ്ട്. ഒരാൾ ഡോക്ടറാണ്, ഒരാൾ ലണ്ടനിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതാണ്. അപ്പോൾ ഈ കുട്ടിയും മറ്റൊരു സ്കൂളിലേക്ക് പോകും. സർക്കാർ അക്കാര്യത്തിൽ വേണമെങ്കിൽ സർക്കാർ സ്കൂൾ എന്നുള്ള ഒരു വാഗ്ദാനം അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അവിടെ പഠിപ്പിക്കണമെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും കോടതിയിൽ നിന്നുള്ള അന്തിമ ഒരു തീരുമാനം കാത്തിരിക്കുന്നതായാലും അവിടെ പഠിപ്പിക്കുന്നില്ല കാര്യത്തിൽ അവർ ഒരു തീരുമാനമെടുക്കുകയാണ്. ഇനിയാണ് പ്രധാനം. ഇപ്പോൾ ശിവൻകുട്ടി ഒരു നിലപാടെടുക്കുന്നു. അതിനുശേഷം നമ്മൾ കണ്ടതാണ് MA ബേബിയുടെ പ്രതികരണം. അപ്പോൾ ഒരു തുലാസിട്ട് രണ്ട് തട്ടിൽ ഒരേപോലെ ആക്കിയിട്ടുള്ള പ്രതികരണമാണ്. അവരും ഒന്ന് ഒത്തുതീർപ്പിന് വരണം, ഇവരും ഒന്ന് ഒത്തുതീർപ്പിന് വരണം. അങ്ങനെയല്ലെന്നേ, ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന രൂപത്തിലാണ് പ്രതികരിക്കേണ്ടത്. അങ്ങനെ അതിനെ ഒരു സാമാന്യവൽക്കരിച്ചുള്ള പ്രതികരണം വരുന്നു. പിന്നീട് MV ഗോവിന്ദനായാലും അദ്ദേഹം അതിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യം അതിൽ ജമാഅത്തെ ഇസ്ലാമിന്നോ എന്തൊക്കെയോ ഇടയ്ക്ക് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതാണ്. അങ്ങനെ ഒരു പ്രതികരണമാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അറിയുന്നു, സമസ്ത നാളെ ഒരു പരിപാടി തട്ടത്തിൻ മറയത്ത് വർഗീയത എന്ന പേരിൽ നടത്താനിരിക്കുന്നു കോഴിക്കോട്ട്. അപ്പോൾ ആരൊക്കെയാണ് അതിൻ്റെ സംഘാടകർ? സമസ്തയിലെ ഒരു വിഭാഗമാണ്. ഹമീദ് ഫൈസിയുണ്ട്, സത്താർ പന്തലൂരുണ്ട്, മുസ്തഫ മുണ്ടുപാറയുണ്ട്. ഇവരൊക്കെ തന്നെയും CPM-നോട് അനുകൂല നിലപാടെടുക്കുന്നവരാണ്. CPM-മായി അല്ലെങ്കിൽ സമസ്തയിൽ ഒരു വിഭാഗത്തെ പല ഘട്ടങ്ങളിലും CPM അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നടത്തുന്ന പരിപാടിയാണ്. ഇതിൽ കൃത്യമായി പ്രതികരിച്ച ലീഗ് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചു, അവിടെ കഴിഞ്ഞു. ഇനി അതിൽ പ്രതികരണമില്ല. ലീഗ് പറഞ്ഞു മാറിയിരിക്കുന്നു. പക്ഷേ ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രതികരിച്ചില്ല എന്നൊരു പരാതി അവർക്കുണ്ട്. കാരണം ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ മാറി നിൽക്കലല്ല വേണ്ടത്, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. അതിൽ VD സതീശൻ്റെ പ്രതികരണം ഇതാണ്: പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവർ അവസരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. നമുക്ക് തർക്കമില്ല. ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിലും തർക്കമില്ല. പള്ളുരുത്തി സെയിൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം ഹൈബിയുടെ MP-യും എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും രമ്യമായി പരിഹരിച്ചതാണ്. വിഷയം അവിടെ അവസാനിച്ചതാണ്. എങ്ങനെയാണ് അത് പരിഹരിച്ചത്? അവരോട് സംസാരിച്ചിട്ടുണ്ട്. ആ യൂണിഫോമിൽ, അതായത് തട്ടമിടാതെ വരാൻ തയ്യാറാണ് എന്ന രൂപത്തിൽ സംസാരിക്കലാണോ ഒത്തുതീർപ്പ്? അവരുടെ കൂടെ താല്പര്യം എന്താണെന്നും അത് ഒരു ഹിജാബ് ഇട്ടാൽ ഒന്നും സംഭവിക്കില്ല എന്ന രൂപത്തിലുമായിരുന്നു അത് പരിഹരിക്കേണ്ടിരുന്നത്. രമ്യമായി പരിഹരിച്ചിട്ടില്ല എന്നത് പിറ്റേ ദിവസം തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്.
അപ്പോൾ അങ്ങനെയാണോ അതിനോട് പ്രതികരിക്കേണ്ടത് എന്നൊരു വിഷയം വരുന്നുണ്ട്. അതിൽ വേണ്ട വിധത്തിൽ കോൺഗ്രസ് പ്രതികരിച്ചില്ല എന്നുള്ള പരാതി ലീഗിനുണ്ട്. ലീഗ് അത് പറഞ്ഞിട്ടുണ്ടാകാം എന്ന് ഞാൻ കരുതുകയാണ്. ഏതായാലും പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് കഴിഞ്ഞ ദിവസം അതിൽ വ്യക്തമായി പ്രതികരിച്ചത്. അതിലപ്പുറമുള്ള പ്രതികരണങ്ങളിലേക്ക് കടക്കാനും പോകുന്നില്ല. നാളത്തെ സമസ്തയുടെ പരിപാടിയിൽ ലീഗിൽ ആരും പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാൻ സ്ഥിരീകരിക്കുന്നത്. സമസ്ത അതൊരു പരിപാടിയായി നടത്തുന്നു. അത് ഒരു തുടർ പരിപാടിയായിട്ട് വേറെ നടക്കും. പിന്നെ സമസ്തയിൽ നിന്ന് മാറി ഒരുപക്ഷെ അടുത്ത സംഘടനകളിലേക്ക് പോയും സമുദായ സംഘടനയിൽ തീവ്ര നിലപാടെടുക്കുന്നവരിലേക്ക് പോകും. അങ്ങനെ ഒരു തുടർച്ച അതിനുണ്ടാകും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? ഇപ്പോൾ നോക്കൂ, അടുത്ത ദിവസം നമ്മൾ കണ്ടു ദീപിക മുഖപ്രസംഗത്തിൽ ദീപികയിൽ ഒരു ലേഖനം വരുന്നു. അതിനുശേഷം സഭയുടെ എതിർപ്പ് വരുന്നു. പക്ഷേ പിന്നീട് അത് സഭ നിർത്തി. സഭയ്ക്ക് അതിൻ്റെ അപകടം മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നീട് ഒരു പ്രതികരണത്തിലേക്ക് അവർ വന്നിട്ടില്ല. അവർക്ക് സർക്കാരിൻ്റെ നിലപാടിൽ അല്ലെങ്കിൽ മന്ത്രി ശിവൻകുട്ടിയുടെ തുറന്ന പ്രതികരണത്തിലൊക്കെ ഒരു എതിർപ്പുണ്ടെന്ന് കരുതുന്നു. പക്ഷേ സഭ പൂർണ്ണ അർത്ഥത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് വരാതിരിക്കുന്നത് അതിലൊരു സംയമനം പാലിക്കേണ്ടതുണ്ട് എന്നുള്ള ജാഗ്രതയുടെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആകട്ടെ. ഏതായാലും ഇപ്പോൾ അവിടെ നിന്നും പുറത്തേക്ക് വരുന്ന 2 കുഞ്ഞുങ്ങളെ ഇപ്പോൾ മറ്റൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം. ആ രൂപത്തിൽ തന്നെയാണ് അത് പോകേണ്ടത്. ഇവിടെ അവസാനിക്കേണ്ടതാണ്. ഇത് ഇങ്ങനെ പടർന്ന് കേരളം പോലൊരു സ്ഥലത്ത് ഇതിങ്ങനെ പടർന്ന് 2 കൂട്ടർ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന രൂപത്തിലേക്ക് ഇത് പോകാനേ പാടില്ലാത്തതാണ്. സമസ്ത പറ്റുമെങ്കിൽ നാളത്തെ പരിപാടിയിൽ നിന്നും പിന്മാറണമെന്നുള്ളതാണ്. പരിപാടി നടത്തുകയാണെങ്കിൽ തന്നെ അത് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലൊരു നല്ല രൂപത്തിലാണ് അത് അവസാനിക്കേണ്ടത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയതയാണെന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ പ്രതികരിക്കാതെ പോവുകയല്ല, എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. Meet the editors.